ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ +1 ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ +2ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ +2ൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല പല ആഗ്രഹങ്ങൾ വരും അല്ലേ. നമ്മുടെ കരിയറിൽ നമ്മൾ എന്താവണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ കൺഫ്യൂഷൻ. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയർ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾക്കറിയാം ധാരാളം എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എഞ്ചിനീയറിംഗ് പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലർട്ട് ചെയ്യേക്കാം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ജോലിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ സംശയിക്കും, ഇനി ഞാനും എഞ്ചിനീയറിംഗിൽ പോയാൽ ജോലി സാധ്യത ഉണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ +2ൽ എത്തുമ്പോൾ +2ൽ നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിൻ്റെ സിലബസിലേക്ക് വന്നാൽ നമ്മുടെ JEE മെയിൻ എന്ന് പറഞ്ഞ എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ JEE മെയിൻ സിലബസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ +1ലും +2ലും എന്താണോ പഠിച്ചത് അതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ സിലബസിൽ ഉള്ളത്. കുറച്ചുകൂടെ എക്സ്ട്രാ പ്രാക്ടീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ +2ൽ എത്തിയതിന് ശേഷം നിങ്ങൾ ആദ്യം എടുക്കേണ്ട തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ബോർഡ് എക്സാമിന് നമ്മൾ പഠിക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെ എങ്ങനെ എഞ്ചിനീയറിംഗ് നമുക്ക്, അതായത് JEE മെയിൻ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം, +1ൽ ഞാൻ JEE ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചില്ലല്ലോ, അപ്പോൾ +2ൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്താൽ എനിക്ക് JEE മെയിൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് സൈലത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് ഉണ്ട്, സൂപ്പർ കിങ്സ് 2.0 ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, +2നോടൊപ്പം +1ലെ ടോപ്പിക്സും നമ്മൾ എന്ത് ചെയ്തു, റിവൈസ് ചെയ്ത് പഠിച്ച് ആദ്യ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് JEE മെയിൻ ക്രാക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം അതിനു വേണ്ടിയുള്ള ഡിസിഷൻ നിങ്ങൾ സമയം കളയാതെ ഉടനെ തന്നെ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.